ദേശീയ പണിമുടക്കിന് തെക്കൻ കേരളത്തിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത്. എന്നാൽ വാഹനങ്ങൾ തടഞ്ഞത് പലയിടങ്ങളിലും സംഘർഷത്തിനിടയാക്കി. KSRTC സർവീസുകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിലെ പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ഒരു ബസ് പോലും സർവീസ് നടത്തിയില്ല. കേന്ദ്ര നയങ്ങൾക്കെതിരായ പണിമുടക്കിൽ തെക്കൻ കേരളത്തിൽ പ്രതിഷേധമിരമ്പി. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ ഹർത്താലിന് സമാനമായിരുന്നു പലയിടങ്ങളിലെയും അവസ്ഥ. KSRTC ബസ്സുകൾ പലയിടങ്ങളിലും തടഞ്ഞു. ഇങ്ങോട്ട് വല്ലങ്ങൾ കാട്ടാക്കട പോകാൻ വണ്ടിയില്ല. പണിമുടക്കാണെന്ന് അറിയാമായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ KSRTC ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. ആറ്റിങ്ങൽ ഗവൺമെന്റ് VHSSലെ അധ്യാപകന് നേരെയും കയ്യേറ്റമുണ്ടായി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മന്ത്രി V ശിവൻകുട്ടി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഔദ്യോഗിക വസതിയിൽ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നാണ് പോയത്. ഇന്നിപ്പോൾ പ്രോഗ്രാമൊന്നുമില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അടുത്താണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകാമെന്ന് വെച്ചു. പത്തനാപുരത്ത് ഔഷധിയുടെ സബ് സെന്റർ സമരക്കാർ അടപ്പിച്ചു. ആയൂരിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരൻ നന്ദുവിനെ CITU പ്രവർത്തകർ മർദ്ദിച്ചു. കരുനാഗപ്പള്ളിയിൽ KSRTC കണ്ടക്ടർ ശ്രീകാന്തിന് സമരാനുകൂലികളുടെ മർദ്ദനമേറ്റു. പത്തനംതിട്ട വള്ളിക്കോട് പഞ്ചായത്ത് ഓഫീസ് സമരാനുകൂലികൾ പൂട്ടി. ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ട് പോലും ആളുകൾ കാര്യമായി ഓഫീസുകളിൽ എത്തിയില്ല. സെക്രട്ടേറിയറ്റിൽ പോലും 10% താഴെയായിരുന്നു ഹാജർ നില. സിജോ ബി ജോൺ, മീഡിയ 1, തിരുവനന്തപുരം.